മൈലാഞ്ചി മൊഞ്ചിൽ തനീഷ് ഫാത്തിമയ്ക്കിത് തിരക്കിന്റെ ചെറിയ പെരുന്നാൾ. മാനത്ത് ശവ്വാലമ്പിളി തെളിയാൻ സമയമായി. ആത്മസംസ്കരണത്തിന്റെ പുണ്യദിനങ്ങൾ വിട പറയുകയാണ്. 30 നാൾ അന്നപാനീയങ്ങളും ദേഹേച്ഛകളും വെടിഞ്ഞ് മനസ്സും ശരീരവും നാഥന്റെ മുന്നിൽ സമർപ്പിച്ച് പാപപങ്കിലമായ ഹൃദയവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പെരുന്നാൾ സന്തോഷങ്ങൾക്ക് തുടക്കവും ആഘോഷങ്ങൾക്ക് മൈലാഞ്ചി മൊഞ്ചും നൽകാൻ ബന്ദിയോട് അടുക്കം ഒളയം റോഡിലെ തനീഷ് ഫാത്തിമയുടെ മാന്ത്രിക കരങ്ങൾ തയ്യാർ. കഴിഞ്ഞ 3 വർഷമായി പെൺ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരുകയാണ് തനീഷ് ഫാത്തിമയെന്ന ഈ മിടുക്കി. മൈലാഞ്ചിയിടലിൽ മാത്രമല്ല, പഠനത്തിലും ഇവൾ മുന്നിൽ തന്നെ. മൈലാഞ്ചി അണിയിക്കുന്നതിൽ തന്റെ കരവിരുത് തെളിയിച്ച തനീഷ് ഫാത്തിമ ചെറുപ്പം തൊട്ടേ ഇതിൽ വലിയ താല്പര്യമായിരുന്നു. मैं तनिष फातिमा एजे +1 में पढ़ती हूँ और मैं 3 साल से मेहंदी लगा रही हूँ. ईद के समय बहुत लोग का ऑर्डर आया है, इसलिए अभी लगा रही हूँ. और मेरे फ्रेंड्स फैमिली सब लगाने आते हैं मेरे पास, मेहंदी लगाने आते हैं. शादी फंक्शन हो, ऐसा कुछ हो तो, इसलिए ये फील्ड बहुत अच्छा है, इंटरेस्टिंग है. लगाने में सीखना पड़ता है थोड़ा. और बहुत मेहंदी आर्टिस्ट हैं, लगाते हैं उन लोग भी मेहंदी ब्राइडल्स और ऐसे ही फंक्शंस में सब. और ये फ्यूचर में भी कंटिन्यू कर सकते हैं हम लोग. जिसको भी इंटरेस्ट है वो लगाना चाहते हैं तो कंटिन्यू कर सकते हैं. വൈവിധ്യമാർന്ന ഡിസൈനുകളാണ് തനീഷ് ഫാത്തിമയുടെ കരവിരുതിൽ തെളിയുന്നത്. ആരും പരീക്ഷിച്ചതല്ല. പുതിയ ഡിസൈനുകളിൽ മൈലാഞ്ചി ചോപ്പ് അണിയിക്കാൻ തനീഷ് ഫാത്തിമയ്ക്ക് ചുരുങ്ങിയ സമയം മാത്രം മതി. മംഗൽപാടി AJI സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ തനീഷ് ഫാത്തിമ പ്രവാസിയായ മുഹമ്മദ് റഫീഖ്, തസ്നീം ബാനു ദമ്പതികളുടെ മകളാണ്. ഏവർക്കും റൈറ്റ് മീഡിയയുടെ ഈദുൽ ഫിത്തർ ആശംസകൾ.